അനുനയത്തിലാണ് ഹൈക്കമാൻഡ് ശ്രമം. തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കാനാണ് ഹൈക്കമാൻഡ് കൊണ്ടുപിടിച്ച നീക്കം. കാരണം നമ്മൾ കണ്ടതാണ് 102 സീറ്റ് എന്ന് പറയുന്ന മഹത്തായ വിജയം UDF-ന് സമ്മാനിച്ചാണ്. 35 സീറ്റ് LDF ഒരുപക്ഷെ വലിയ പതനത്തിലേക്ക് വീണുപോയ വലിയ വിജയം സമ്മാനിച്ചാണ്. ആ വിജയത്തിന് സകലമാന പകിട്ടുമില്ലാതാകുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ വികാസം പ്രാപിക്കുന്ന ഒരു തെരുവിൽ അത് ഏതെങ്കിലും നേതാക്കൾക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കൽ മാത്രമല്ല, ഫ്ലെക്സ് വെക്കലല്ല പ്രശ്നം, ആ ഫ്ലെക്സ് കീറലും ആ ഫ്ലെക്സിൽ സ്പ്രേ പെയിന്റ് അടിക്കലും ഫ്ലെക്സിൽ തുപ്പൽ പോലും നമ്മൾ രാവിലെ കണ്ടു. ഷെഫീദ് റാവത്ത് രാവിലെ കാണിച്ച ഒരു ദൃശ്യങ്ങൾ, അറപ്പുണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങൾ പോലും നമ്മൾ കാണുകയുണ്ടായി രാവിലെ. അപ്പോൾ ആ അളവിൽ അത് കൈവിട്ടു പോകുന്ന കാഴ്ച, ആ അളവിൽ അത് മലീമസമാകുന്ന കാഴ്ച കേരളത്തിലെ തെരുവുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ വഷളാക്കുന്നത് ഹൈക്കമാൻഡ് നല്ലതാവില്ല. അവരുടെ നേതൃമികവിന്റെ പരിമിതിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ കൂടി ചിലപ്പോൾ അത് വഴിവെച്ചേക്കാം. ഇപ്പോൾ വരുന്ന നേതാവ് ആരാണ് എന്നറിയില്ല. കമൽനാഥാണോ? കമൽനാഥിന് അവിടെ എന്താണ് കാര്യം? ഓക്കെ, വിനിത വിജി ചേരുന്നുണ്ട്. വിനിത, ഞാൻ ചോദിച്ചത് ഖർഗെ, നിരീക്ഷകർ ഖർഗെക്ക് കൊടുത്ത റിപ്പോർട്ട് കൂടി അവിടെ വെക്കുന്നുണ്ടോ? അതിലൊരു ചർച്ച ഉണ്ടാവുമോ? ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് KCയെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം അതായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ അത്തരത്തിലേക്കുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന നിലയിൽ പറയുന്നത് MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലേക്കൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ MLA-മാരുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ടാണ് അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും KC വേണുഗോപാലിനെ MLA-മാർ കൂടുതലായി പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന്റെ ഒരു നിർദ്ദേശം എന്ന തരത്തിൽ KC വേണുഗോപാലിന്റെ പേര് മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനെ എങ്ങനെയായിരിക്കും VD സതീശനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ചോദ്യം. കാരണം തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുന്നതാണ് അത്തരത്തിലേക്കൊരു നിർദ്ദേശത്തിലേക്ക്, അത് ഈ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ട് മറ്റ് ചർച്ചകൾ കൂടാതെ ഒരു നിർദ്ദേശത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ ഇപ്പോൾ ഒരു ജനവികാരമുണ്ട്, അത് കൂടാതെ തന്നെ മറ്റ് ഘടകകക്ഷികളുടെ തീരുമാനമുണ്ട്, കേരളത്തിന്റെ ഒരു പൊതുവികാരമുണ്ട്. ഇതൊക്കെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമായിരിക്കും മറ്റ് ഇരു നേതാക്കളും മുന്നോട്ട് വയ്ക്കുക. ഇതിൽ എന്ത് തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് തന്നെയാണ് നിർണായകമായിട്ടുള്ളത്. ഇപ്പോൾ നേതാക്കൾ ഖർഗെയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരു മുൻതൂക്കം ഇപ്പോഴും KC വേണുഗോപാലിന്റെ പേരിന് തന്നെയാണ് ഉള്ളതെന്നാണ്. സ്വാഭാവികമായും ഹൈക്കമാൻഡിന്റെ ഭാഗം രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ, KCക്ക് മുൻതൂക്കം ഹൈക്കമാൻഡിൽ എന്തായാലും ഉണ്ടാകും. പിന്നെ MLA-മാരുടെ ഈ പറഞ്ഞ കൂടുതൽ MLA-മാരുടെ പിന്തുണ എന്ന നിലയ്ക്കും KCയുടെ പേര് വെക്കുകയാണെങ്കിൽ ബാക്കി രണ്ട് നേതാക്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇനി KCയാണ് ഹൈക്കമാൻഡ് ചോയ്സ് എങ്കിൽ VD സതീശനും അക്കാര്യത്തിൽ കൃത്യമായ ക്ലെയിം ഉണ്ട്. പോയ 5 വർഷക്കാലം കേരളത്തെ പ്രതിപക്ഷം നയിച്ച ഒരാളാണ്, സമരമുഖങ്ങളിലുണ്ടായിരുന്ന ആളാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ബാക്കി പോയ ബൈ ഇലക്ഷനിലടക്കം ആ മുന്നണിയെ ജയിപ്പിച്ച ഒരാളാണ്. അപ്പോൾ ഇനി RCയുടെ കാര്യം പറയുകയാണെങ്കിലും സീനിയോറിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ അനുനയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി ഇനി KC വേണുഗോപാലാണ് ഹൈക്കമാൻഡ് ചോയ്സ് എങ്കിൽ അതുണ്ടല്ലോ. അതെങ്ങനെ സാധ്യമാകും എന്നാണ് ഹൈക്കമാൻഡ് ആലോചന? വിനിത. തീർച്ചയായും ഹാഷ്മി, അതുതന്നെയാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നത്. അതിൽ ഒരുപക്ഷെ ഒരു ഉദാഹരണം എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കാൻ സാധ്യത ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ ഹൈക്കമാൻഡ് സ്വീകരിച്ചു വന്ന ഒരു നിലപാട് തന്നെയാണ്. കർണാടകയിലടക്കം DK ശിവകുമാർ അടക്കം മുന്നോട്ട് വെച്ച ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ അങ്ങനെ അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താനും ഒപ്പം അതിലൊരു പരിഹാരം കാണാനും ഒക്കെ തന്നെ ഹൈക്കമാൻഡ് സ്വീകരിച്ച ഒരു നയം, അത് ഈ പറയുന്നത് പോലെ MLA-മാരുടെ വലിയ പിന്തുണ, അത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ അത് അവർക്ക് അനുകൂലമാണെന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ആയിരിക്കും എത്തുക. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 നേതാക്കളെയും മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതിൽ ആർക്കാണ് ഒരു കുറവ് എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം 3 നേതാക്കളും സമുന്നതരായ നേതാക്കളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള മേൽക്കോയ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ആണ് ഇതിൽ മാനദണ്ഡമായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചോദിക്കേണ്ടത്. അതിൽ ഹൈക്കമാൻഡ് ഒരുപക്ഷെ മറ്റ് MLA-മാരുടെ ഒരു പിന്തുണ എന്ന തരത്തിൽ തന്നെയായിരിക്കും ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പൊതുവികാരമടക്കം മാനിക്കണമെന്നൊരു ആവശ്യം തന്നെയായിരിക്കും ഒരുപക്ഷെ VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ തന്നെ സീനിയോറിറ്റിയെ ഒരു മാനദണ്ഡം നൽകണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ക്യാമ്പുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ക്യാബിനറ്റിൽ തന്നെ ഉണ്ടാകുമെന്നൊരു ചില സംശയമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തിയേക്കില്ല എന്ന തരത്തിലേക്കുള്ള ചില വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ നമുക്ക് രാവിലെ മുതൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ക്യാബിനറ്റിലേക്കില്ല എന്ന നിലപാടിൽ നിൽക്കുന്ന VD എന്ന് പറയുന്നുണ്ട്. സീനിയോറിറ്റി ഉയർത്തുന്നു രമേശ് ചെന്നിത്തല, MLA-മാരുടെ പിന്തുണ ഉയർത്തുന്നു KC വേണുഗോപാൽ, പബ്ലിക് സെന്റിമെന്റ്സിന്റെയും ബാക്കി പൊതുപിന്തുണയുടെയും ഘടകകക്ഷി പിന്തുണയുടെ കാര്യം ഉയർത്തുന്നു VD സതീശൻ. ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയിൽ ഒരു തീരുമാനത്തിന്റെ അടുത്ത് കാര്യങ്ങൾ എത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.